ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിക്സിൻ്റെ 5ാമത്തെ ലെസൺ മുതലാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 5ാമത്തെ ലെസൺ പ്രവൃത്തി, ഊർജം, പവർ. ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് വസ്തുക്കൾക്ക് സ്ഥാനാന്തരം സംഭവിക്കുന്നത്. ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് വസ്തുക്കൾക്ക് സ്ഥാനാന്തരം സംഭവിക്കുന്നത്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിനെ ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുകയുള്ളൂ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിനെ ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാൻ സാധിക്കൂ. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയാണ് W=Fs. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി W=Fs ആയിരിക്കും. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂളിന് തുല്യമാണ്. 1 കിലോ ജൂളാണ് 1000 ജൂള്. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയ ബ്രിട്ടീഷുകാരനായിട്ടുള്ള വ്യക്തിയാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് കൊടുത്തിരിക്കുന്ന പേര് ജൂൾ എന്നാണ്. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് ജൂൾ എന്നാണ്. ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി W=mgh ആയിരിക്കും. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂള്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവുമായിരിക്കും. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. യാന്ത്രികോർജം 2 തരത്തിലാണുള്ളത്: ഗതികോർജവും സ്ഥിതികോർജവും. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. m മാസുള്ള ഒരു വസ്തു v പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം K=12mv² ആണ്. m മാസുള്ള ഒരു വസ്തു v പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം K=12mv² ആയിരിക്കും. ഗതികോർജത്തിൽ ഉണ്ടായ മാറ്റമാണ് പ്രവൃത്തി എന്നാണ് ഊർജ്ജ തത്വത്തിൽ പറയുന്നത്. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. U=mgh ആണ് സ്ഥിതികോർജം. ഉയരം കൂടുന്തോറും ഊർജ്ജം കൂടുന്നു. ഉയരം കൂടുന്തോറും ഊർജ്ജം കൂടി വരുന്നു. ഉദാഹരണത്തിന്, തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് പതിക്കുന്നത്, ഉയരത്തിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ആകെ ഊർജ്ജം സ്ഥിരമായിരിക്കും. അതുകൊണ്ട് ഗതികോർജം 1000 ജൂൾ ആയിരിക്കും. ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ആകെ ഊർജ്ജം സ്ഥിരമായിരിക്കും. അതുകൊണ്ട് ഗതികോർജം 1000 ജൂളാണ്. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്ന സന്ദർഭങ്ങളാണ് കുലച്ചു വെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്നത് കുലച്ചു വെച്ച വില്ലിലും വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിലുമാണ്. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്ന് പറയുന്നതാണ് ഊർജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്നതാണ് ഊർജ സംരക്ഷണ നിയമം. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഫാന് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ കണ്ടുപിടിക്കാൻ പ്രവൃത്തി ബൈ സമയം ചെയ്താൽ മതി. P=W/T. പവറിൻ്റെ യൂണിറ്റ്
പ്രവൃത്തിയുടെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ് ആണ്. അതായത് ജൂൾ പെർ സെക്കൻഡ് ആണ്. പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. 1 കിലോ വാട്ട് 1000 വാട്ടാണ്. ഒരു ഹോസ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു ഹോസ് പവർ എന്ന് പറയുന്നത്, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. അടുത്ത ലെസനാണ് ധാരാവൈദ്യുതി. ചാർജുകളുടെ ചലനമാണ് വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നത്. ചാർജുകളുടെ ചലനം വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയും ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും അയോണുകൾ മുഖാന്തരവുമാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയും ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും അയോണുകൾ വഴിയുമാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. ഒരു ചാലകത്തിൻ്റെ 2 ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ടായിരിക്കണം. ഒരു ചാലകത്തിൻ്റെ 2 ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ട് ഒഴുകുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കറണ്ട് ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണ്. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവാണ് വിദ്യുത് ചാലക ബലമെന്ന് പറയുന്നത്. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെയാണ് വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, EMF എന്ന് പറയുന്നത്. ഒരു വൈദ്യുത സ്രോതസ്സ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ വിദ്യുത് ചാലക ബലം അല്ലെങ്കിൽ EMF. ഒരു വൈദ്യുത സ്രോതസ്സ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്ററാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMFും അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്ററാണ്. വോൾട്ട് മീറ്ററിൻ്റെ സൂചകം ഇതുപോലെ V എന്ന് റൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവും. 2 സൈഡിലോട്ടും വരയുണ്ടാവും. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. EMFിൻ്റെ ബാഹ്യ സ്രോതസ്സിന് ഉദാഹരണം ജനറേറ്ററാണ്. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഒന്നിലധികം സെല്ലുകൾ ബന്ധിപ്പിച്ചാൽ ബാറ്ററി ആയിട്ട് മാറും. 2 രീതിയിൽ നമുക്ക് ഇതിനെ ബന്ധിപ്പിക്കാം. ശ്രേണി രീതിയും സമാന്തര രീതിയും. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഈ ശ്രേണി രീതിയിലെ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. ശ്രേണി രീതിയിൽ ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുന്നു. സർക്യൂട്ടിലെ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുതലായിരിക്കും. ഉയർന്ന വോൾട്ടതയിൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന വോൾട്ടതയിൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുന്നു. സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. ഒരേ EMFിലുള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. ഒരേ EMFിലുള്ള സെല്ലുകളാണ് സമാന്തര രീതിയിൽ നമ്മൾ ഘടിപ്പിക്കുന്നതെങ്കിൽ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ചാണ് പ്രവഹിക്കുന്നത്. സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ചാണ് പ്രവഹിക്കുന്നത്.
സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. സമാന്തര ശ്രേണിയിലെ സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നു. സമാന്തര ശ്രേണിയിൽ കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നു. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട്. കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ചാർജിൻ്റെ അളവ് ബൈ പ്രവഹിച്ച സമയം കണ്ടെത്തിയാൽ മതി. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. കറണ്ടിൻ്റെ യൂണിറ്റ് അമ്മീറ്റർ ആണ്. ഇതിനെ C/S എന്ന് എഴുതാം. കറണ്ടിൻ്റെ യൂണിറ്റ് അമ്മീറ്റർ ആണ്. കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലി ആംപെയറും മൈക്രോ ആംപെയറും. കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലി ആംപെയർ, മൈക്രോ ആംപെയർ. ഓം നിയമം കൊണ്ടുവന്നത് ജോർജ് സൈമൺ ഓം ആണ്. ഓം നിയമം കൊണ്ടുവന്നത് ജോർജ് സൈമൺ ഓം ആണ്. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിര സംഖ്യയായിരിക്കുമെന്നാണ് ഓം നിയമത്തിൽ പറയുന്നത്. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളാണ് പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ. ഓരോന്നിൻ്റെയും പ്രതീകങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ ആംപെയർ ആണ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ ആംപെയർ ആണ്. ഇത് തന്നെയാണ് ഓം എന്ന് പറയുന്നത്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് സൈമൺ ഓം ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട്, പ്രതിരോധം ഇവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ വ്യക്തിയാണ് സൈമൺ ഓം. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപെയർ ആണെങ്കിൽ ചാലകത്തിൻ്റെ പ്രതിരോധം 1 ഓം ആയിരിക്കും. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപെയർ ആണെങ്കിൽ ചാലകത്തിൻ്റെ പ്രതിരോധം 1 ഓം ആയിരിക്കും. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് DC-യുടെ വോൾട്ടേജ്, കറണ്ട്, AC-യുടെ വോൾട്ടേജ്, കറണ്ട്, ചാലകത്തിൻ്റെ പ്രതിരോധം എന്നിവ അളക്കാനാണ്. DC-യുടെ വോൾട്ടേജും കറണ്ടും AC-യുടെ വോൾട്ടേജും കറണ്ടും ചാലകത്തിൻ്റെ പ്രതിരോധം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഇതിൽ 6 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തേത് ഫംഗ്ഷൻ ആൻഡ് റേഞ്ച് സ്വിച്ച് ആണ്. ഫംഗ്ഷൻ ആൻഡ് റേഞ്ച് സ്വിച്ച് അളക്കേണ്ടതായ ഫംഗ്ഷനും അതിൻ്റെ റേഞ്ച് എന്നിവ ക്രമീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. മൂല്യം നേരിട്ട് ഡിജിറ്റലായി കാണിക്കുന്നതാണ് ഡിസ്പ്ലേ. മൂല്യം നേരിട്ട് ഡിജിറ്റലായി കാണിക്കുന്നത് ഡിസ്പ്ലേ ആണ്. നെഗറ്റീവ് ടെസ്റ്റ് ലീഡാണ് കോമൺ ജാക്ക്. നെഗറ്റീവ് ടെസ്റ്റ് ലീഡാണ് കോമൺ ജാക്ക്. കറുപ്പ് നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. പ്ലഗ് ഇൻ കണ്ടക്ടർ പോസിറ്റീവ് ടെസ്റ്റ് ലീഡാണ്. പോസിറ്റീവ് ടെസ്റ്റ് ലീഡാണ് പ്ലഗ് ഇൻ കണ്ടക്ടർ. ചുവപ്പ് നിറത്തിലാണിത് കാണപ്പെടുന്നത്. 10A കറണ്ടിന് ഉപയോഗിക്കുന്നതാണ് പ്ലഗ് ഇൻ ജാക്ക്. ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതാണ് പ്ലഗ് ഇൻ ജാക്ക്. യഥാവിധം ഘടിപ്പിച്ച് അളക്കേണ്ടതായ ഫംഗ്ഷനിലേക്ക് സ്വിച്ച് തിരിച്ചതിന് ശേഷം ജാക്കിൻ്റെ അഗ്രങ്ങൾ സ്പർശിച്ച് റീഡിംഗ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ജാക്കുകൾ. ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. ലോഹങ്ങളിൽ താപനില കൂടിയാൽ പ്രതിരോധം വർദ്ധിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറണ്ടും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരേ ഛേദതല പരപ്പളവുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലായിരിക്കും. ഒരേ ഛേദതല പരപ്പളവുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലായിരിക്കും. ഇതിനുദാഹരണം റിയോസ്റ്റാറ്റ് ആണ്.
ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഒരു ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു. ഒരു ചാലകത്തിൻ്റെ നീളം കൂടിയാൽ പ്രതിരോധം കൂടും. ഛേദതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. ഒരു ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തെ ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തെയാണ് ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ പ്രതീകം സിഗ്മയാണ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് 1 റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമായിരിക്കും. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റിയാണ് ഉണ്ടായിരിക്കുക. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ലെസൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളുമാണ്. കറണ്ട് എത്തുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈദ്യുത ടെസ്റ്റർ. കറണ്ട് എത്തുന്നുണ്ടോ എന്നറിയാനാണ് ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇൻസുലേഷൻ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വയർ സ്ട്രിപ്പറാണ്. ഇൻസുലേഷൻ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വയർ സ്ട്രിപ്പറാണ്. വയർ കൂട്ടിപ്പിരിക്കാനും മുറിക്കാനും ഇളക്കാനും ഉപയോഗിക്കുന്നത് പ്ലേയറാണ്. പ്ലേയർ. സർക്യൂട്ടിലെ കറണ്ട്, വോൾട്ടേജ്, പ്രതിരോധം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നത് മൾട്ടിമീറ്റർ ആണ്. സർക്യൂട്ടിലെ കറണ്ട്, വോൾട്ടേജ്, പ്രതിരോധം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നത് മൾട്ടിമീറ്റർ ആണ്. സർക്യൂട്ട് തുറന്നതോ അടഞ്ഞതാണോ, കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ, വിവിധ ഘടകങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നതും മൾട്ടിമീറ്റർ ആണ്. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നത് ക്ലാമ്പ് അമ്മീറ്റർ ആണ്. ക്ലാമ്പ് അമ്മീറ്റർ. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്നതാണ് ക്ലാമ്പ് അമ്മീറ്റർ. ഇൻസുലേഷൻ നഷ്ടപ്പെടുന്ന ഭാഗത്ത് ഇൻസുലേഷൻ നൽകാനായിട്ടാണ് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നത്. സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് സോൾഡറിംഗ് അയൺ ആണ്. സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് സോൾഡറിംഗ് അയൺ ആണ്. ഉറപ്പുകൂടിയ പ്രതലത്തിൽ ദ്വാരമിടാനും സ്ക്രൂ ഘടിപ്പിക്കാനും അഴിക്കാനും ഉപയോഗിക്കുന്നതാണ് ഡ്രിൽ മെഷീൻ. അവസാനത്തെ ലെസനാണ് തരംഗചലനം. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗചലനമെന്ന് പറയുന്നത്. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗചലനം. ഉദാഹരണത്തിന് ജലത്തിൻ്റെ ഓളങ്ങൾ തരംഗചലനത്തിന് ഉദാഹരണമാണ്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. രണ്ട് തരത്തിലാണ് ഇവയുള്ളത്: അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയിലേക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. തരംഗങ്ങളുടെ സവിശേഷതകളാണ് ആയതി, തരംഗദൈർഘ്യം, പിരീഡ്, ആവൃത്തി, തരംഗവേഗം തുടങ്ങിയവ. തരംഗങ്ങളുടെ സവിശേഷതകളാണ് ആയതി, തരംഗദൈർഘ്യം, പിരീഡ്, ആവൃത്തി, തരംഗവേഗം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനമാണ് ആയതി എന്ന് പറയുന്നത്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനമാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കമ്പികൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ്. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പിരീഡ് എന്ന് പറയുന്നത്. തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പിരീഡ്. പിരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്.
ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തി കണ്ടുപിടിക്കാൻ കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാകാനെടുക്കുന്ന സമയം ചെയ്താൽ മതി. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. തരംഗവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. തരംഗത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ശൃംഗങ്ങൾ എന്ന പേരിലും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഗർത്തങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലാണ്. ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലാണ്. സ്ഥിര വേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. സ്ഥിര വേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങളെന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നതാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയാണ് സഞ്ചരിക്കുന്നത്. കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നതാണ് അനുപ്രസ്ഥം. കണികകൾ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നതാണ് അനുദൈർഘ്യം. ഉച്ചമർദ്ദം നീചമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നത് അനുദൈർഘ്യ തരംഗത്തിലാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിൻ്റെ വേഗം കൂടുതൽ ഖരത്തിലാണ്. അലുമിനിയത്തിൽ ശബ്ദത്തിൻ്റെ വേഗത 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്റ്റീലിൽ 5941 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്റ്റീലിൽ ശബ്ദത്തിൻ്റെ വേഗത 5941 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദ്രാവകത്തിൽ ശുദ്ധജലത്തിലൂടെ 1482 മീറ്റർ പെർ സെക്കൻഡിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. 1482 മീറ്റർ പെർ സെക്കൻഡ്. കടൽ ജലത്തിൽ 1522 മീറ്റർ പെർ സെക്കൻഡിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. വാതകത്തിൽ വായുവിലൂടെ 343 മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദത്തിൻ്റെ വേഗത. ഹീലിയത്തിൽ 965 മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദവേഗത. ഈ വേഗതയെല്ലാം 20 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളതാണ്. താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദവേഗം വർദ്ധിക്കും. താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗതയും വർദ്ധിക്കും. 0 ഡിഗ്രിയിൽ വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. 20 ഡിഗ്രി സെൽഷ്യസിൽ വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 343 മീറ്റർ പെർ സെക്കൻഡിലാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗത 346 മീറ്റർ പെർ സെക്കൻഡാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാം താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗം വർദ്ധിക്കുന്നു. മിനുസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം നന്നായി പ്രതിപദിക്കുന്നു. അതാണ് ശബ്ദത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഉപയോഗിച്ചിട്ടുള്ളത് മെഗാഫോണ്, ഹോണുകൾ, ട്രംപറ്റ്സ്, സംഗീത ഉപകരണമായിട്ടുള്ള നാദസ്വരം, സ്റ്റെതസ്കോപ്പ്, സൗണ്ട് ബോർഡുകൾ, ഇതിലെല്ലാം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാളിൽ സീലിംഗ് വളച്ച് നിർമ്മിക്കുന്നതിന് കാരണം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഒഴിവാക്കാനാണ്. അടഞ്ഞിരിക്കുന്ന ഹാളിലോ മുറിയിലോ ഉണ്ടാകുന്നത് ആവർത്തന പ്രതിപതനമാണ്. ഒഴിഞ്ഞ മുറിയിലുണ്ടാകുന്ന മുഴക്കം അനുരണനമാണ്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണ്. അതായത് 0.1 സെക്കൻഡാണ്. പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡാണ്. ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ആദ്യത്തെ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. പ്രതിധ്വനിക്ക് പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതലായിരിക്കണം. പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മാത്രമേ പ്രതിധ്വനി ഉണ്ടാവുകയുള്ളൂ. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡാണ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡാണ്. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം 1482 മീറ്റർ പെർ സെക്കൻഡാണ്. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം 1482 മീറ്റർ പെർ സെക്കൻഡാണ്.
വൃത്താകൃതിയിലുള്ള ചുമരുകളിൽ ശബ്ദ തരംഗങ്ങൾ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നു. അതിനുദാഹരണമാണ് ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമര ഗോപുരം, അതുപോലെ നമ്മുടെ കർണാടകയിലുള്ള ബീജാപൂരിലുള്ള ഗോൽ ഗുംബസ്. കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ്. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ അൾട്രാസോണിക് ശബ്ദതരംഗമാണ് ഉപയോഗിക്കുന്നത്. ഹൃദയചിത്രം എടുക്കുന്ന എക്കോ കാർഡിയോഗ്രാഫിയിലും അൾട്രാസോണിക് ശബ്ദതരംഗമാണ് ഉപയോഗിക്കുന്നത്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാനും അൾട്രാസോണോഗ്രാഫിയിലും ഇവ ഉപയോഗിക്കുന്നുണ്ട്. വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം എന്നീ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാനും തകരാറുകൾ കണ്ടെത്താനും അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്രാസോണോഗ്രാഫി. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാർ എന്നതിൻ്റെ പൂർണ്ണരൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അൾട്രാസോണിക്കിനെ വൈദ്യുത സിഗ്നലാക്കുന്നത് ഡിറ്റക്ടറാണ്. വൈദ്യുത സിഗ്നലാക്കുന്നത് ഡിറ്റക്ടറാണ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വവ്വാൽ ഇര പിടിക്കുന്നത്. ഭൂകമ്പം, വൻ സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. ഭൂകമ്പം, വൻ സ്ഫോടനം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഇത് പഠിക്കുന്നവർ അറിയപ്പെടുന്നത് സീസ്മോളജിസ്റ്റ് എന്നാണ്. സീസ്മിക് തരംഗങ്ങളുടെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. 3 തരം സീസ്മിക് തരംഗങ്ങളാണുള്ളത്. പ്രാഥമിക തരംഗം അല്ലെങ്കിൽ പി വേവ്സ്, ദ്വിതീയ തരംഗം അല്ലെങ്കിൽ എസ് വേവ്സ്, ഉപരിതല തരംഗം അല്ലെങ്കിൽ സർഫസ് വേവ്സ്. ഇതിൽ ഏറ്റവും വേഗമേറിയ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവ് അടിസ്ഥാനമാക്കിയാണിത് മനസ്സിലാക്കുന്നത്. ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഉപരിതല തരംഗങ്ങളാണ് റാലെ തരംഗങ്ങളും ലവ് തരംഗങ്ങളും. റാലെ തരംഗങ്ങളും ലവ് തരംഗങ്ങളും. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് ഉപരിതല തരംഗം അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആണ്. വേഗമേറിയത് പ്രൈമറി തരംഗവും ഉപരിതല തരംഗമാണ് നാശനഷ്ടം ഉണ്ടാക്കുന്നത്. 2004 ഡിസംബർ 26-നാണ് സുനാമി ഉണ്ടായത്. തുറമുഖ തിരമാല അല്ലെങ്കിൽ നീണ്ട തിരമാല എന്ന അർത്ഥം വരുന്ന ജാപ്പാനീസ് വാക്കിൽ നിന്നാണ് സുനാമി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഉൾക്കടലിൽ സുനാമിയുടെ വേഗം മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെയാണ്. ഉൾക്കടലിൽ സുനാമി തിരമാലയുടെ വേഗം മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെയാണ്. തരംഗദൈർഘ്യം 10 മുതൽ 1000 കിലോമീറ്റർ വരെയാണ്. സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട്. ഡാർട്ടിൻ്റെ പൂർണ്ണരൂപം ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ്. ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. കരയിൽ ശൃംഗമാണ് ആദ്യം പതിക്കുന്നതെങ്കിൽ തിരമാല ഉയർന്നായിരിക്കും വരിക. തിരയുടെ ശൃംഗമാണ് കരയിൽ പതിക്കുന്നതെങ്കിൽ തിര ഉയർന്നു വരും. ഗർത്തമാണ് കരയിൽ പതിക്കുന്നതെങ്കിൽ കടൽ ഉൾവലിയും. സുനാമി തിരമാലയിലെ കരയിൽ ആദ്യം എത്തുന്നത് ശൃംഗമാണെങ്കിൽ തിര ഉയർന്നു വരും. ആദ്യം എത്തുന്നത് ഗർത്തമാണെങ്കിൽ കടൽ ഉൾവലിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നാളത്തെ ടൈം ടേബിളിൽ നമ്മൾ ഫിസിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നാളെ മുതൽ നമുക്ക് 10ാം ക്ലാസ്സിലെ SCERT സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്